ബൈബിളിൽ നമുക്കറിയാം 2 ദിനവൃത്താന്തം പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പെട്ടെന്ന് ഓടിച്ചു വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 26-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. 3-4-5 വാക്യങ്ങൾ ഉസ്സിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവന് 16 വയസ്സായിരുന്നു. നോക്കിക്കേ, 16ാമത്തെ വയസ്സിൽ കൃപയാൽ ദൈവം തന്നെ ഒരു രാജസ്ഥാനത്തിരുത്തി. അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. 3 വർഷം കഴിഞ്ഞ് അവന് ജോലി പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ എത്ര വർഷം ഓടിയിരുന്നു. നോക്കിക്കേ എത്ര വർഷമായിരുന്നു. 52 വർഷം ദൈവം അവനെ ഒരു കൊട്ടാരത്തിലിരുത്തി. അടുത്ത വാക്യം. അവന്റെ അമ്മയ്ക്ക് യെഖോലിയ എന്നു പേർ. അവൻ യെരൂശലേംകാരത്തിയായിരുന്നു. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവനെ ദൈവഭയത്തിൽ ഉപദേശിക്കുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അവിടെ എഴുതിയിരിക്കുന്നത് ആരാ? അദ്ദേഹത്തിന് ദൈവഭയത്തിൽ വളർത്തുവാൻ ഒരു ദൈവഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് സെഖര്യാവ്. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അഭിവൃദ്ധി. അപ്പൊ ഒരു ഭക്തന്റെ ജീവിതത്തിൽ, ഒരു യൗവനക്കാരന്റെ ജീവിതത്തിൽ, ഒരു തലമുറയുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നീ ദൈവത്തെ അന്വേഷിക്കുന്ന കാലത്തോളം നിന്റെ ബുദ്ധിക്ക് ഒരു കുറവ് വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജ്ഞാനത്തിനൊരു കുറവ് വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഭാവിക്ക് ഒരു കുറവ് വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് ഒരു നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ ഒരു ദൈവഭക്തൻ, ഒരു ദൈവ പൈതൽ ദൈവത്തെ അന്വേഷിക്കുന്ന സമയം വരെ, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ, ദൈവത്തെ ഉയർത്തുന്ന സമയം വരെ അവന്റെ ജീവിതത്തിനകത്ത് ഒരു കോട്ടം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നത്. അവൻ പുറപ്പെട്ട് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്തു. ഗത്തിന്റെ മതിലും യബന്യയുടെ മതിലും അസോദിന്റെ മതിലും ഇടിച്ചു കളഞ്ഞു. അസോദ് നാട്ടിലും ഫെലിസ്ത്യരുടെ ഇടയിലും പട്ടണങ്ങൾ പണിതു. അവൻ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്താണ്. നിങ്ങൾ പിന്നീട് വീട്ടിൽ വായിക്കണം. അതെല്ലാം ഇപ്പൊ എനിക്ക് വായിച്ച് സംസാരിക്കാനുള്ള സമയമില്ല. എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ദൈവം ആ പട്ടണത്തിന്റെ അകത്തണത്തിൽ, ആ പട്ടണത്തിന്റെ അഭിവൃദ്ധിയുടെ കാര്യം അവൻ ദൈവത്തെ അന്വേഷിച്ചതാ. ഇന്ന് മുതൽ എന്നെ കേൾക്കുന്ന തലമുറകളോട് ഞാൻ ഇങ്ങനെ പറയാം, നീ ദൈവത്തെ അന്വേഷിച്ചാൽ നിന്റെ പട്ടണം കൂടെ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ഇന്ന് പറഞ്ഞ ദൈവത്തെ അന്വേഷിക്കുന്നിടത്തോളം കാലം നിന്റെ പട്ടണം ദാരിദ്ര്യത്തിലാകുവാൻ സ്വർഗത്തിൽ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഭവനം ദാരിദ്ര്യത്തിലാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഭവനത്തിന്റെ അകത്തിൽ വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതാണ് അതിന്റെ കാര്യം. ദൈവത്തിന് സ്തോത്രം. ആ പട്ടണത്തിൽ അനേക പട്ടണങ്ങൾ വരാനുള്ള കാരണം ഒരു പൈതൽ ദൈവത്തെ ആരാധിച്ചതിന്റെ കാരണമാണ്. നോക്കിക്കേ, ഒരു പൈതൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ പട്ടണത്തിൽ മുഴുവനുമായി ഒരു സ്ഥിതിക്ക് മാറ്റം വന്നു. അങ്ങനെയാണെങ്കിൽ ന്യൂ ലൈഫിലെ ദൈവമക്കൾ ആയിരിക്കുന്ന പട്ടണങ്ങളിൽ ദൈവത്തെ ആരാധിച്ചാൽ ആ പട്ടണത്തിന്റെ ചായയ്ക്ക് വ്യത്യാസം വരുമെന്നോ, അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരുമെന്നോ വിശ്വസിക്കുന്ന ദൈവമക്കളെ കരങ്ങളെ അടിച്ച് കർത്താവിനെ സന്തോഷിച്ചാട്ടോ. എന്ന് പകരം പോകുന്ന പട്ടണങ്ങള്, ഇവർ പോകുന്ന ഗ്രാമങ്ങള്, ഇവർ പോകുന്ന കോളേജുകള്, ഇവർ പഠിക്കുന്ന സ്ഥാപനങ്ങള്, അതിൻ്റെതായ വ്യത്യാസങ്ങൾ അതുമൂലം വരുവാനിടയായി. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട്, ദൈവത്തെ ഉയർത്തിക്കൊണ്ട് എവിടെ പോയാലും ആ പോകുന്ന ഇടത്ത് വ്യത്യസ്തമായ സാഹചര്യങ്ങളെ വരുത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അപ്പൊ നമ്മുടെ തലമുറകൾ ദിവസങ്ങളിൽ കോളേജിൽ പോയാൽ അവിടുത്തെ ആഞ്ഞിഞ്ഞ് മാറാനിടയായി. നമ്മുടെ കുഞ്ഞുങ്ങൾ ദിവസങ്ങളിൽ പട്ടണത്തിൽ പോയാൽ അവിടെ ഇല്ലാത്തത് വരുവാനിടയായി തീരും. അവിടെ എന്തില്ലയോ അതിനെ കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന്റെ കഴിവ്, അവൻ ദൈവത്തിന്റെ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ 2 കരങ്ങൾ അടിച്ച ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാമോ? ഇങ്ങനെ ദൂതിലിങ്ങനെ പറയാം. യോസേഫ് ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്നതുകൊണ്ട് അവനൊരു കാര്യം പിടികെട്ട് ദേശത്തെ ക്ഷാമം വരാൻ പോയ എന്നാൽ എന്റെ കൊട്ടാരത്തിനകത്ത് അനുഗ്രഹം പെരുമാറ അവരോട് കൂടെ എന്ന് പ്രവർത്തിച്ചതുപോലെ നമ്മുടെ തലമുറകൾ പോകുന്ന
ഇടത്ത് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ശൈലിയാൽ ആ പട്ടണത്തിന്റെ ക്ഷാമത്തെ മാറ്റുവാൻ തന്നവന് ദൈവം അവരിലൂടെ ഇടയന്മാരുടെയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. നോക്കിക്കേ, യോസേഫിന്റെ മേൽ കിടന്ന ബുദ്ധി കൊണ്ടാണ് ആ ദേശത്തെ ക്ഷാമത്തിൽ നിന്ന് ദൈവം വിടുവിച്ചത്. നമ്മുടെ തലമുറകൾ പോകുന്ന ഇടത്ത് ഇനി ക്ഷാമത്തിന്റെ ദിവസങ്ങളല്ല, അഭിവൃദ്ധിയുടെ ദിവസങ്ങളാക്കി ദൈവം മാറ്റണമെന്ന് എത്ര പേരുന്ന പകൽക്കാലം വിശ്വസിക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന ഇടത്ത് അനേകർക്ക് ജോലികൾ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുവാനിടയാകും. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് പകൽ ഞാൻ ദൈവത്തിനോ ശക്തിയോടെ ഹല്ലേലൂയ പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. നമുക്കറിയാം, അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ ക്ഷാമം വരാൻ തുടങ്ങിയപ്പോൾ യോസേഫ് ബുദ്ധി പറഞ്ഞു കൊടുത്തു. 7 വർഷം ഇനി ക്ഷാമം വരാൻ പോവാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഫറവോന്റെ കൊട്ടാരത്തിൽ ഒരു നെൽമണിക്ക് ക്ഷാമം വരുവാൻ ദൈവം അനുവദിച്ചില്ല. യോസേഫ് ബുദ്ധി പറഞ്ഞു കൊടുത്തു നിമിത്തം അനേകർക്ക് വാരി കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗമാം കലവറെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ തലമുറകൾ പോകുന്ന ഇടത്ത് അവൻ ക്ഷാമങ്ങൾ വരാതവണ്ണം ദൈവിക പരിജ്ഞാനത്തിന്റെ ബുദ്ധിയോടുകൂടെ ആ ദേശത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ ദൈവത്തിന്റെ ചുമയുന്നവകൾക്കാലം അവരുടെ മേൽ പകരുവാൻ സ്വർഗത്തിലെ ദൈവമാക്കട്ടെ എന്ന് ഇന്ന് പകൽ ഞാൻ അനുഗ്രഹിച്ച് എന്റെ കുഞ്ഞുങ്ങളെ യാത്രയാക്കുകയാണ്. നോക്കിക്കേ ദൈവത്തിന്റെ കാര്യം. എന്നാൽ അതിന് ഇപ്പൊ പോകാൻ സമയമില്ല. എന്നാൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ചാൽ, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാവിനായിട്ട് നിഗളിച്ചു. ആ 18-ാമത്തെ വയസ്സിലേക്ക് ഈ മാറി കഴിഞ്ഞപ്പോൾ ഈ പട്ടണങ്ങളും അനുഗ്രഹങ്ങളും കൃഷിസ്ഥലങ്ങളും തോട്ടങ്ങളും എല്ലാം കഴിഞ്ഞ് അല്പം ഒരു ഉയർച്ച വന്നപ്പോൾ എന്തുണ്ടായി? ഹൃദയത്തിൽ എന്ത് വന്നു? അപ്പൊ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാകരുത്? എത്ര നമ്മൾ ഉയർന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്ത് വരരുത്? ഒരു നിഗളം നിന്റെ ജീവിതത്തിൽ വരരുത്. ഇന്ന് പകൽക്കാലം നിഗളമില്ലാത്തവരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ അകത്ത് എന്ത് വരരുത്? നിഗളം എന്നൊരു പാപം നമ്മുടെ ജീവിതത്തിൽ വരരുത്. നിഗളം വന്ന ഓർത്തോളം അത് നിന്റെ തകർച്ചയുടെ ആരംഭമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ വന്ന് സ്വന്തം പറയണം. ആ വാക്യം വായിച്ചപ്പോൾ സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വേഗം വായിച്ചാട്ടെ. നാശത്തിന് മുമ്പ് നോക്കിക്കേ, നാശത്തിന് മുന്നോടിയാണ് എന്ത്? നിഗളം. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിഗളം വരുമ്പോൾ ഓർത്തോണം, പുറകിൽ ഒരു നാശം വരുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ കൂട്ടുകാരികൾക്കോ നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ 4 മാർക്ക് കുറവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിലും നിങ്ങളുടെ അകത്തൊരു എന്താ പറയുന്നത്? അഹന്ത, ഒരു നിഗളം വരരുത്. അവരെക്കാട്ടിൽ എനിക്ക് കൂടുതൽ 4 മാർക്ക് കൂടെ കിട്ടി എന്നൊരു നിഗളം അല്ലെ നമ്മുടെ ഹൃദയത്തിൽ വരുവാൻ ഇടയാകരുത്. മറിച്ച് നിങ്ങൾ വൈകിട്ട് വീട്ടിൽ പോയി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ സ്ഥിതി അധികമായി അനുഗ്രഹിക്കും. ആരുടെ താഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യരുത്? സന്തോഷിക്കരുത്. നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ സഭയിലായിരുന്നാലും നമ്മുടെ കുടുംബത്തിലായിരുന്നാലും നമ്മുടെ ബന്ധുമിത്രാദികളായിരുന്നാലും ആർക്കെങ്കിലും ഒരു താഴ്ചയോ വീഴ്ചയോ വന്നാൽ നിങ്ങളതൊരു പാട്ടായി പാടരുത്. നിങ്ങളതിനെ പുകഴ്ത്തരുത്. നിങ്ങളതിനെ വില കൊടുക്കരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? മൗനമായി രഹസ്യ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ പരിതസ്ഥിതികളെ ഇനിയും പണിയുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തുന്ന ദൈവത്തിന്റെ ശക്തിയോടെ സ്തോത്രം പറയണം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വരുന്നവർ ഒരുപക്ഷെങ്കിൽ ഒരല്പം തുന്നിക്കെട്ടിയ ഒരു ഷർട്ടായിട്ടിരിക്കുന്നുവെങ്കിൽ തന്നെയും, ഒരല്പം മുഷിഞ്ഞ വസ്ത്രമാണെങ്കിൽ തന്നെയും, ഒരല്പം വില കുറഞ്ഞ സാരിയാണ് ഉടുത്തിരിക്കുന്നതെങ്കിൽ പോലും നിന്റെ അകത്ത് കൈകൊടുത്ത് വരുന്നേക്കണം വരരുത്. നീ 7000 രൂപയുടെ സാരി എടുത്തോണ്ട് വരുമ്പോൾ നീ 7000 രൂപയുടെ സാരി എടുത്തോണ്ട് വരുമ്പോൾ
നിന്റെ കൂടെ വന്നിരിക്കുന്നവർ 1000 രൂപയുടെ കോട്ടൺ സാരി ഉടുത്തിരിക്കുന്നു, നീ അവരെ നോക്കി നിഗളം ഉണ്ടാകരുത്. നിന്റെ അകത്തൊരു അഹങ്കാരഭാവം ഉണ്ടാകരുത്. അത് നാശത്തിന് മുമ്പ് എന്തുണ്ടാകുന്നു? നിഗളം ഹൃദയത്തിന്റെ അകത്താണ്. അത് നിമിത്തം ഉസ്യാവൻ എന്തുണ്ടായി? എന്താ ഉണ്ടായി? ഉസ്യാവൻ എന്താ ഉണ്ടായി? അല്ല, ഉസ്യാവൻ അത് നിമിത്തം അന്നേരം ഉണ്ടായ സ്വഭാവം എന്നറിയാം, പുരോഹിതന്മാരോടൊന്ന് കോപിക്കാൻ. ഈ നിഗളം വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്ററെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൈൻഡിയത്തിന്, പിന്നെ സ്നേഹത്തിന് പറഞ്ഞു വരും, പിന്നെ ഒന്ന് കോപിച്ചാൽ കൊള്ളാമെന്ന് പുരോഹിതന്മാരോട് കോപിച്ചത് നിമിത്തം പിന്നെ സ്വന്തമായിട്ട് ചെയ്യാമെന്നൊക്കെ താൻ തീരുമാനിച്ചു. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താൽ എന്താ കുഴപ്പം, അങ്ങനെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു ഭാവം, ആ ഒരു നിഗളഭാവം തന്റെ അകത്ത്, വീട്ടിൽ പോയി വായിക്കണം, തന്റെ അകത്ത് വന്നത് കൊണ്ട് താൻ എന്ത് ചെയ്തു? ആ സമയത്ത് തന്നെ എന്തായി തീർന്നു? കുഷ്ഠരോഗിയായി മാറി. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആ സമയത്ത് തന്നെ എന്തായി തീർന്നു? കുഷ്ഠരോഗിയായി തീർന്നു. വായിച്ച മക്കളെ, ആമേൻ. ആ വാക്യത്തിൽ ഇങ്ങനെ വായിക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. 26-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിച്ചു. 26-19. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞ് ആരോട് കോപിക്കില്ല, പ്രത്യേകിച്ച് യൗവനക്കാരൻ. അവർക്ക് ആ യൗവനത്തിന്റെ രക്തമൊക്കെ കയറുമ്പോൾ വലിയ ദേഷ്യവും, പിന്നെ അമ്മയും അപ്പനും ഒക്കെ ഒരു വലിയ ദേഷ്യവും കോപയൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇവനെ എന്തുണ്ടാവും? ആമേൻ. കുഷ്ഠരോഗം വരുവാനിടയായി. എന്നാ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും ഒരു രോഗവും വരാത്തവരായി തീരാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അവർക്ക് എന്തുണ്ടായി? ആമേൻ. ആ സമയത്തോ തന്നെ. അതുകൊണ്ട് ഓർത്തോണം, യൗവനക്കാരോട് ഞാനിങ്ങനെ പറയാം, കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറയാം. അമ്മ ഒരു സമയത്ത് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലെങ്കിലും, ചോദിച്ചപ്പോൾ 10 രൂപ തന്നില്ലെങ്കിലും, നിങ്ങൾ വിരൽ ചൂണ്ടിയ വസ്ത്രം നിങ്ങൾക്ക് വാങ്ങിച്ച് തന്നില്ലെങ്കിലും, നിങ്ങൾ മാതാപിതാക്കളോട് ഒന്നും പറയുന്നില്ല, കോപിക്കരുത്. ആമേൻ, ആമേൻ. കോപിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആമേൻ. കുഷ്ഠമുണ്ടായപ്പോൾ പിന്നെ വീട് വിടേണ്ടി വന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 26-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിച്ച പോലെ. പിന്നെ അവന് വീട് വിട്ട് അവനെ പിന്നെ ഒരു പ്രത്യേക ശാലയാണ് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പനെ അമ്മയുടെ അടുക്കേന്ന് മാറി ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുപോയിട്ടെന്നാരപ്പ. അപ്പൊ ഈ കോപം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു സ്വഭാവമാണ്. അതാദ്യം മാറേണ്ടത് പെന്തക്കോസ്തുകാരുടെ നടുവിൽ നിന്നാണ്. സ്വന്തം പറയുമോ? എന്തുകൊണ്ട് കൈന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്? അവൻ കൊണ്ടുവന്ന ചക്കമാങ്ങായിട്ടൊന്നുമല്ല, അതന്നെയല്ല എന്റെ കാരണം. അവന്റെ അകത്ത് അവൻ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ അവന്റെ അകത്ത് അടിഞ്ഞു കിടക്കുന്ന കോപത്തിന്റെ സ്വഭാവത്തെ എന്റെ സ്വർഗത്തിലെ ദൈവം മുന്നമേ കണ്ടിരുന്നു. വിശ്വസിക്കുന്ന ദൈവമോക്ക് ആ കരം ഉയർത്തി ദൈവത്തിന്റെ ശക്തിയോടെ, ദൈവത്തിന്റെ സ്വാധീനം പറയണം. കരങ്ങൾ ഉയർത്തിയ ശക്തിയോടെ. അപ്പൊ ഞാനും നിങ്ങളുടെ ആലയത്തിൽ വരുമ്പോൾ നിന്റെ അകത്ത് പമ്മിക്കിടക്കുന്ന സ്വഭാവം ദൂരത്തു നിന്ന് കാണുന്ന ഒരു ദൈവമുണ്ട്. കയ്യിൽ ഈ ചക്കയും മാങ്ങായും ഒക്കെ കൊണ്ടുവരുമ്പോൾ അവന്റെ അകത്ത് അലിഞ്ഞു കിടക്കുന്ന ആ സ്വഭാവത്തെ ആര് കണ്ടു? ഇന്ന് കൈ കൊടുത്ത് പറ, കോപം വെച്ചോണ്ട് ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ വരില്ലെന്ന് പറഞ്ഞു. കാരണം കയ്യൻ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്നവനായി തീർന്നു. ആബേലോ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. കരങ്ങൾ ഉയർത്ത ദൈവത്തിന്റെ സ്വന്തം പറഞ്ഞോട് ശക്തിയോട് പോകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കറിയാം, ശലോമോന്റെ ചരിത്രം നമുക്കറിയാം.
മുന്നോട്ട് പോകാം. ഒന്നിനോട് കാര്യങ്ങളൂടെ പറഞ്ഞിട്ടില്ല, വിടാൻ പറ്റില്ല. 1 Korinത്യർ 3-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ശലോമോൻ തന്റെ അപ്പനായിരിക്കുന്ന ദാവീദ് അപ്രകാരം ദൈവത്തെ ആരാധിച്ചുവോ അതിനേക്കാൾ ശക്തമായി താൻ ദൈവത്തെ ആരാധിക്കുവാൻ വില കൊടുത്തു. ധാരാളം ഹോമയാഗങ്ങൾ 1000 ആടുകളെ കൊണ്ടുവന്ന് ഹോമയാഗം കഴിച്ചു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ചോദിക്കാത്തതുകൂടെ ഞാൻ നിനക്ക് തരാൻ പോകും. അപ്പന്റെ ബോധനൊന്നും നിനക്ക് വേണ്ട, ഞാൻ നിനക്ക് ചില നന്മകളെ തരാം. ഒരിക്കലും കുഞ്ഞുങ്ങൾ മറക്കുന്നത്, ആരാധിക്കാൻ തയ്യാറായ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയാം. ഒന്ന് കരം വഴി നോക്കുന്ന സന്തോഷത്തോടെ കരം വഴി സ്വന്തം പറയണം. അവൻ ചോദിക്കാത്ത അനുഗ്രഹങ്ങളെ കൊടുത്തു. എന്തൊക്കെയാ കൊടുത്തു അറിയാമോ? ധാരാളം അനുഗ്രഹങ്ങളെ കൊടുത്തു. അങ്ങനെ ശലോമോന്റെ നിത്യ ചെലവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 1 കിലോ കാളയിറച്ചി മേടിച്ചോണ്ട് വന്ന് ഒരാഴ്ച കഴിച്ചെന്നല്ല അവർ എഴുതിയിരിക്കുന്നത്. ഒരാഴ്ച ഏൽപ്പിച്ച വളരെ 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. 4-ാം അധ്യായം വരയ്ക്കണം കേട്ടോ. ശലോമോന്റെ നിത്യചെലവ് ഡെയിലി എക്സ്പെൻസ് ദിവസം 1-30 പറ നേരിയ മാവും. ഒരു ദിവസത്തെയാ, അല്ല ഒരു കാളയെ മേടിച്ചോണ്ട് വന്ന് 3 ആഴ്ച ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുറച്ച് നമ്മളും കഴിച്ച് കുറച്ച് പട്ടിക്ക് കൊടുത്തെന്നല്ല എഴുതിയിരിക്കുന്നത്. സാധാരണ ഞങ്ങളുടെ ഇവിടുത്തെ വീട്ടിൽ കയറുന്ന പിന്നെ പട്ടിക്ക് കൊടുക്കാൻ, കാരണം പട്ടിക്ക് വയറ്റിളക്കം വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കും. എന്തായിരുന്നാലും ഞാൻ പറയാം കേട്ടോ, അത് നല്ലതായിട്ട് സ്വന്തമില്ല. അപ്പൊ ഇവിടെ ശലോമോന്റെ ഡെയിലി ചെലവ് നോക്കിക്കേ. 1-30 പറ നേരിയ മാവ്, കണ്ടോ? 60 പറ സാധാരണ മാവും, മാൻ, ഇളമാൻ, മ്ലാവ്, പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നീ കൂടാതെ തടിപ്പിച്ച 10 കാളയും മേച്ചിൽപ്പുറത്തെ 20 കാളയും 100 ആടും ആയിരുന്നു. നദിക്കിക്കരെ ഫിഹസ്യം മുതൽ അർസ് വരെയുള്ള ഗാസ വരെയുള്ള സകല ദേശത്തെയും നദിക്ക് ഇക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു. ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനമുണ്ടായിരുന്നു. ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദിയെയും ഇസ്രായേലും ദാൻ മുതൽ ബേർശേബ വരെ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും. ഞങ്ങളുടെ മോനെ ഡൽഹി ജനിച്ചു വളഞ്ഞ അകത്തി അവന്റെ വായിൽ ഇന്ത്യയായിരുന്നു. ആണോ? ഓ, എന്നിട്ടാണ് മോൻ ഇങ്ങനെ മലയാളം വായിക്കും. എന്താ ഞാൻ ഓർത്തത് ഞങ്ങളുടെ മാമന്റെ മോനാണ്. എന്തായിരുന്നാലും ശ്രദ്ധിച്ചോണേ, ശലോമോന്റെ ഡെയിലി ചെലവ് വയറി ആടിയ 4 മത്തിയല്ല. എന്റെ കൈ കൊടുത്താലോ, നല്ലോണം ആരാധിച്ചാൽ നെയ്മി മേടിച്ച് കൂട്ടാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ജീവിതകാലം നെയ്മി കണ്ടേച്ച് പോകത്തേ ഉള്ളൂ. ശലോമോൻ ദൈവത്തെ ആരാധിച്ചത് നിമിത്തം അവന്റെ ഡെയിലി ചെലവ് നമുക്ക് പറഞ്ഞറിയിച്ചാൽ കഴിയാത്ത നിലവാരത്തിൽ ദൈവനെ അനുഗ്രഹിച്ചു. അവൻ ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം ദൈവം അഭിവൃദ്ധി നൽകുകയും ചേർന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് ഹല്ലേലൂയ. എന്നാൽ അവനത് അല്പം കൂടെ ബലവാനായി തീർന്നപ്പോൾ പിന്നെ അവന്റെ കണ്ണ പെൺകൊച്ചുങ്ങളുടെ വായിലേക്ക് ശബാരാജ്ഞി അവരോട് വായിക്കണം, വളരെ വായിച്ച് പഠിക്കേണ്ട വിഷയമാണ്. ആ പെൺകൊച്ചു വന്നുള്ളതെല്ലാം തട്ടിക്കൊണ്ട് പോകും. അപ്പൊ വീട്ടിൽ നിന്ന് പേന കൊടുത്ത് വിട്ടാൽ തിരിച്ചു വരുമ്പോ അത് ഉണ്ടോന്ന് നോക്കേണ്ടത് മാതാപിതാക്കളെ കടമയാണ്. പിള്ളേർക്ക് പേന കൊടുത്ത് വിട്ടാൽ തിരിച്ചു വരുമ്പോ അത് ഉണ്ടോന്ന് നോക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോ ആരെങ്കിലും അടിച്ചോണ്ട് പോയി നോക്കിക്കോ. ദയവ് ചെയ്ത് മൊബൈൽ മേടിച്ച് പിള്ളേർക്ക് കൊടുക്കരുത്, കമ്പ്യൂട്ടർ മേടിച്ച് പിള്ളേർക്ക് കൊടുക്കരുത്.
അത് നിങ്ങളവരെ പോഷിക്കുക, വിൽക്കുന്നതിന് തുല്യമാണ്. അവിടെ ആവശ്യമില്ലാത്ത മൊബൈലുകളും സമയത്തിന് വാങ്ങിച്ചു കൊടുക്കണം. ആവശ്യമുള്ള സമയമാണ് എന്നാൽ വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് വൈകിട്ട് പോയി നോക്കണം എന്ത് നോക്കണം. അത് നിങ്ങളെക്കാട്ട് ബുദ്ധിമാന്മാരെങ്കിലും വല്ലാത്തൊരു കാര്യം. അതുകൊണ്ട് ഇവരെന്നോട് പറയുന്നത് പാസ്റ്ററെങ്കിൽ ട്രോളിന്റെ വരണ്ട. എനിക്കാരും മനസ്സിലായി. ഞാൻ പറഞ്ഞോട് പറഞ്ഞു സാറ് നോക്കണേ, ശലോമോന്റെ ജീവിതത്തിൽ വശീകരണ സ്വഭാവം കയറി വന്നു. വായിച്ചോളെ 11-ാമത്തെ അധ്യായം 11, 1, 2, 3, 4. നോക്കിക്കോണം, എവിടെയാലും പോയി സ്നേഹിക്കണം. പെന്തിക്കോസ്തുകാരെ സ്നേഹിച്ചാലും അന്യാരും പിടിച്ചോണ്ട് വരണം. പിന്നെ അവരെ പിടിച്ച് പൊക്കാനും പിടിക്കാനും ഒന്നും എനിക്ക് പോയി. ഈ പുള്ളി പോയി. ഞാനിങ്ങനെ യുവാക്കളോട് ഈ യൗവനക്കാരോടാണ് നല്ല കുഞ്ഞുങ്ങൾ. ഇന്ന് വരെ നമ്മുടെ സഭയിലെ ഒരു കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു തെറ്റായ വാക്ക് വെക്കുവാൻ ദൈവനെ സഹായിച്ചില്ല. അതോർത്ത് ഞാൻ കാര്യങ്ങൾ പറയാം. ഞാൻ സാധാരണ ഒരുപാട് എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ചും എന്നെ കൂടെ കഴിയാവുന്ന ഒരുപാട് ഞാൻ അന്വേഷിക്കുന്നതാണ്. പക്ഷെ ദൈവവേല എല്ലാ കുഞ്ഞുങ്ങളും സത്യമാർഗത്തിൽ നടക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മൊബൈലോ നോട്ട്ബുക്കോ ഒക്കെ എടുത്ത് നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അടുത്ത വർഷങ്ങളിലേക്ക് എന്തോ നോട്ട്ബുക്കിന്റെ പേജ് അയച്ചു എന്തോ. അപ്പൊ ഇവിടെ ശലോമോന്റെ ജീവിതത്തിന്റെ അകത്തണത്തിൽ എന്ത് സംഭവിച്ചു? അന്യജാതിക്കാരെ എല്ലാം കൂടെ പിടിച്ചോണ്ട് വന്നു. നോക്കിക്കേ ദൈവങ്ങളെ, ഞാൻ അങ്ങോട്ട് വായിക്കുന്നില്ല സമയമില്ലാത്തോടെ. ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, നല്ല, നിങ്ങളെന്ന് പ്രാർത്ഥിക്കണം, നല്ല ഉപദ്യാമാരായിരിക്കും. എന്താ ഉപദ്യാവിന്റെ പ്രത്യേകത? വായിച്ച മക്കളെ, 1 Corinthians 18 3-4 വാക്യം. ഇരിക്കുന്നത് എവിടാ? പന്ന പിശാചിന്റെ കൊട്ടാരത്തിലായി. എന്താ സ്വന്തം ഭാഷ? ആഹാമിന്റെ കൊട്ടാരത്തിലാണ് അവൻ ഇരിക്കുന്നത്. പക്ഷെ അവരെ കുറിച്ച് എഴുതിയ വാക്യമോ, ഇവനെ പോലെ ദൈവഭക്തനായ ഒരു മനുഷ്യൻ ലോകത്തിലില്ല. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഏത് കോളേജിൽ പോയാലും ഏത് വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നിങ്ങൾ പോയാലും നിങ്ങൾ എവിടെ പോയി പഠിച്ചാലും നിങ്ങൾ ആരായിരിക്കണം? ആരുടെ? ദൈവത്തിന്റെ മഹാഭക്തന്മാരായിരിക്കണം. ദൈവത്തിന്റെ മഹാഭക്തനായി തീർന്നാൽ അവന്റെ അകത്തുള്ള ആവേശമാണ് എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ ആവേശം വായിച്ചമാണ്. കണ്ടോ? 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അവർക്ക് അപ്പവും പ്രവാചകന്മാർക്കുമായിട്ടുള്ള ബന്ധമുള്ളവർക്ക് മാത്രമേ പ്രവാചകന്മാർക്ക് അപ്പം വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദൈവഭക്തി ഉള്ളപ്പോൾ തന്നെ അവർക്ക് ആരുമായിട്ട് ബന്ധമുണ്ട്? ദൈവത്തിന്റെ അഭിഷക്തന്മാരുമായിട്ടൊരു നല്ല ബന്ധമുണ്ട്. നമ്മുടെ സഭയിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് ഉള്ളതുകൊണ്ട് അക്കാലം സ്വന്തക്കാരാണ്. ഏതായാലും ഒരു 90% ആൾക്കാർക്കും ജോലി പാസ്റ്റോട്, അതെനിക്ക് സന്തോഷമായി. 10% ആൾക്കാരെങ്കിലും എനിക്ക് വോട്ടിടാൻ പോകും അറിയില്ല.
മുമ്പോട്ടിന്റെ പരിപാടി കൂടി എന്തായാലും എന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ, അവർക്ക് പ്രവാചകന്മാരുമായി നല്ല ഒരു എന്തുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു. പാർക്കുന്നത് ആഹാബിന്റെയും ഇസബേലിന്റെയും കൊട്ടാരം. പക്ഷേ ബന്ധമാരോട്? ശമ്പളം കഴിക്കുന്ന അവരുടെയാ, അല്ലേ? ശമ്പളം കഴിക്കുന്ന അവിടുന്ന. അവർക്ക് ആ ആഹാബിന്റെ കൊട്ടാരത്തിലാണ് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ അവർ കൂടുതലും കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ്. അത് തന്നെയാ നമുക്കറിയാം. എന്തുവാ ആ സുപ്രായെന്നും പൂവായെന്നും അല്ലെ? ആ രണ്ട് പെൺകുട്ടികൾ അല്ലെ, മിസ്രൈമിലെ ഫറവോന്റെ കൊട്ടാരത്തിലെ സൂതികർമ്മിണികളായിരിക്കുന്ന ആ പെൺകുട്ടികൾ അവിടെ നിന്ന് ശമ്പളം കൈപ്പറ്റുമ്പോൾ അവരുടെ ദൈവഭക്തി നിമിത്തം ഒരു തലമുറ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരെ കൊണ്ട് ദൈവം ഇടയാക്കിയില്ല. ശമ്പളം അവിടെ നിന്ന് കൈപ്പറ്റുന്നു. പക്ഷെ ഒരു കുഞ്ഞിനെ പോലും കൈകൊണ്ട് നശിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചത് അവരുടെ ഭക്തി ദൈവത്തോടായിരുന്നു. നിങ്ങൾ ഏത് കോളേജുകളിൽ പോയാലും, ഏത് സ്ഥാപനങ്ങളിൽ പോയാലും, ഏത് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയാലും ദൈവത്തോടും ദൈവാഭിഷിക്തന്മാരുടെ ബന്ധം നഷ്ടപ്പെട്ടു പോകരുത്. ചേർന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. അവർക്ക് ലഭിച്ച ശമ്പളം, ഇന്നലെ ഒരാളിനെ വിളിച്ചിട്ട് ചോദിച്ച, പാസ്റ്ററെ, നല്ല സഭയിലുള്ള ഒരു മോനെ, പാസ്റ്ററെ എനിക്ക് ആദ്യമായി ശമ്പളം കിട്ടി. സ്വതന്ത്രം ഒരു സ്വതന്ത്രം പോലെ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യണം? ഇത് മുഴുവനുമായി തരാനാണ് ആഗ്രഹം. എന്താ പറഞ്ഞാൽ ഞാനത് ഒരു രൂപ പോലും അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വിടാനല്ല ആഗ്രഹം. അത് മുഴുവനുമായി ദേവദാസന്മാർക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കണം. എന്നിട്ട് അടുത്ത ചോദ്യം ചോദിച്ച ആള് ഭയങ്കര വിദ്വാനം. അങ്ങനെ പ്രയാസമില്ലെങ്കിൽ ഞാൻ ചോദിച്ചാൽ അയച്ചു കൊടുത്തേക്കാം. കരഞ്ഞുപോയി മുട്ടുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചയക്കുന്ന ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല. നിങ്ങൾ എവിടെ കൊടുത്താലും കർത്താവിനത് വരും. അതിന് എനിക്കൊരു വ്യത്യാസമില്ല. നാളെ വരെ ഇല്ല. നീ വിജയമോ വരുമ്പോ എന്നാണെന്ന് അറിയത്തില്ല. എന്തേലും ഞാൻ പറഞ്ഞ സാരം അദ്ദേഹത്തിന് ശമ്പളം കിട്ടിയപ്പോൾ എന്താ ചെയ്തു? അഭിഷക്തന്മാരുടെ അപ്പത്തിന് വേണ്ടി, നിങ്ങൾ ഒരിക്കലും മറക്കരുത് ആ സമയം, അഭിഷക്തന്മാരുടെ വെള്ളത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പാർപ്പിടത്തിന് വേണ്ടി വില കൊടുക്കുന്ന കുഞ്ഞുങ്ങളായി നിങ്ങൾ തീർന്നാൽ ഒരു പേജിന്റെ ഒരു കോണിലെങ്കിലും ആ പേരെഴുതുവാൻ സ്വർഗത്തിലെ ദൈവം മറന്നു പോയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒത്തിരി ഒന്നും അതിനകത്ത് പേരെഴുതിയിട്ടില്ല. ഒരു രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ഉപദ്യാവിന്റെ പേര് അവസാനിക്കുക. പക്ഷെ അവിടെയെങ്കിലും പരിശുദ്ധാത്മാവിന് ഉപദ്യാവിന്റെ പേര് എഴുതി ചേർക്കാൻ സർവകുമാരമായി ഇവിടെയാക്കിയെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ആമേൻ കർത്താവിന്റെ വേദിക്കായി ചെലവഴിക്കുന്നതിന് സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ ധനമുയർച്ച ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം പറയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? പ്രവാചകന്മാരുടെ പ്രതിസന്ധികൾ എല്ലാം ഇന്ന് സമയമില്ലല്ലോ. പ്രവാചകന്മാരുടെ പ്രതിസന്ധികളിൽ അവർ കൈത്താങ്ങൽ കൊടുത്തു. അതാണ് ഈ അടുത്ത കാര്യം. പ്രവാചകന്മാരുടെ പ്രതിസന്ധികൾ അന്നത്തെ വലിയ പ്രതിസന്ധിയുടെ കാലമാണ്. ആ പ്രതിസന്ധിയിൽ അവരെ രാജാവ് അറിയാതെ അവർക്ക് ഗുഹകളിൽ കൊണ്ട് അവരെ ആക്കി അവർക്ക് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാൻ, സഭയ്ക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ ഉപദേശം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും കുടുംബങ്ങൾക്കും അനുഗ്രഹമുള്ളവരായി തീരുവാൻ ദൈവരെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാം,
ഈ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോയിച്ചാൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. സഹായം